Hallelujah, hallelujah.
കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രമാക്കപ്പെട്ട കട്ടപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുമോ? ഇതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്നത്. യേശു തന്നെയാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രകുത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മാമോദീസായിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരും. ആ മുദ്ര നമ്മൾക്ക് ലഭിക്കുന്നതിനും ആ യേശുവിന് നമുക്ക് ലഭിക്കുന്നതിനും ആ യേശുവിലൂടെ സംസ്ഥാപിതമായ ദൈവരാജ്യവും ദൈവനീതിയും നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് നമ്മൾ അബ്രാഹം മുതലുള്ള ആ ദൈവത്തിൻ്റെ ഉടമ്പടി മനസ്സിലാക്കിയപ്പോൾ, ദൈവമേ അതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അബ്രാഹത്തിന്റെ മക്കളാണ്. യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു വന്ന പോലെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും തൊട്ടിട്ട് പറയുകയാണ്, നീയും അബ്രാഹത്തിന്റെ മകളാണ്, നീയും അബ്രാഹത്തിന്റെ മകനാണ്. അതുകൊണ്ട് ദൈവം അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയും ആ ഉടമ്പടിയുടെ അചഞ്ചലതയിൽ ഉറപ്പിച്ച ശബ്ദവും അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ നടപ്പാക്കാൻ വേണ്ടി ഒരു ക്ഷണവുമില്ലാതെ ദൈവം മത്തായിയുടെയും സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരും. ഇന്നെനിക്ക് നിന്റെ ഭവനത്തിൽ നിന്നോടൊത്ത് വസിക്കണം. കാരണം എന്താ? നീയും അബ്രാഹത്തിന്റെ മകനാണ്. ഞാൻ വന്നിരിക്കുന്നത് ദൈവം അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ടാണ്. ആ ഉടമ്പടി ഞാൻ നടപ്പാക്കും. ഞാൻ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകും. ഈ വിശ്വാസത്തെ ഒന്ന് ചൊലിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ആ ബോധ്യത്തിലൂടെ സ്വീകരിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ രഹസ്യം ഇതാണ്. അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി പ്രകാരം ദൈവം വിശ്വസ്തനാണ്. ആ ഉടമ്പടി ദൈവം പൂർത്തിയാക്കി നമ്മൾ ഓരോരുത്തരിലും വന്ന് വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ആ ബോധ്യത്തോടു കൂടി ഇനിയും നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അബ്രാഹമേ, ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് പ്രാർത്ഥിക്കണമേ. സാറായുടെ ഉണങ്ങിയ വരണ്ട ഗർഭത്തിൽ ദൈവം ഇസ്ഹാക്കിനെ ജനിപ്പിച്ച പോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും വരണ്ട ഹൃദയത്തിൽ ദൈവത്തിന്റെ ജീവജലം ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ.
Thank you.
the Lord. Hallelujah. ദൈവമേ നന്ദി. യേശുവേ സ്തോത്രം. പൗലോസ് പറഞ്ഞ വചനം ഒന്നുകൂടി ഓർക്കുക. ഈ രണ്ട് കാര്യങ്ങളെ മുറുക്കെ പിടിക്കുന്നവർ കർത്താവിന്റെ ഉടമ്പടിയും ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ ഉറപ്പിച്ച ഒരു ശപഥവും, ഈ രണ്ട് കാര്യങ്ങളെ മുറുക്കെ പിടിക്കുന്നവർ അവരുടെ ആത്മാവിനെ നങ്കൂരമടിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ നമ്മുടെ പ്രവൃത്തികളുടെ ബോധ്യത്തിലോ അല്ല, ദൈവത്തിന്റെ സൗജന്യദാനവും ദൈവത്തിന്റെ ഉടമ്പടി ബന്ധവും ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ ഉറപ്പിച്ച ശബ്ദത്തിൽ അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് നടത്തും. അങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ വചനങ്ങൾ യഥാസമയം പൂർത്തിയാകും. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവം അരുളി ചെയ്തവ സംഭവിക്കുമെന്നതിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസം ഇപ്പോൾ ഞങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും പടരണമേ. ഈ കേരള സഭയിൽ പടരണമേ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പടരണമേ. എല്ലാ ധ്യാന ഗുരുക്കന്മാരിലും പടരണമേ. എല്ലാ വചന ശുശ്രൂഷകരിലും പടരണമേ. എല്ലാ വൈദികരിലും പടരണമേ. എല്ലാ സന്യസ്തരിലും പടരണമേ. എല്ലാ ബിഷപ്പ്മാരിലും പടരണമേ. എല്ലാ ഭവനങ്ങളിലും പടരണമേ. എല്ലാ ജാതി മതസ്ഥരിലും പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. സർവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പേർ ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ ഒരു സംവിധാനമാണ്, ദൈവബന്ധം ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയുള്ള സുവിശേഷവൽക്കരണം. ഈ നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്ന ഈ ധ്യാനം തന്നെ ഇനി കേൾക്കുമ്പോൾ ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരും കാണുന്നവരും മാത്രമല്ല, ഇതിലൂടെ അനേകർ സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്കും നീതിയുടെ പ്രകാശത്തിലേക്കും വരുന്നതിന് ഞങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇലക്ട്രോണിക് മീഡിയയിലൂടെയും ടിവിയിലൂടെയും പ്രത്യേകിച്ച് ഡിവൈൻ ടെലിവിഷൻ, കേരളത്തിലെ 2 ടെലിവിഷൻ ചാനലുകൾ ലോകം മുഴുവനിലേക്കും പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഷാലോം
ഡിവൈൻ ഈ 2 ചാനലുകളെയും സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യം ഷാലോമിനെ സമർപ്പിച്ച് ഷാലോമിലൂടെ ഉള്ള വചന പ്രഘോഷണത്തിനെ കൂടുതൽ ശക്തമാക്കുന്നതിനും അഭിഷേകമാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡിവൈന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഷാലോമിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ഡിവൈൻ ടെലിവിഷനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഡിവൈൻ ടെലിവിഷനിൽ കൂടുതൽ ശക്തമായ അഭിഷേകമുള്ള പ്രസരണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ശക്തമായി അത് നയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറോപ്പിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന 3L TV, 3L എന്ന് പറഞ്ഞാൽ ലൈഫ്, ലൈറ്റ്, ലവ്. ജീവൻ, വെളിച്ചം, സ്നേഹം. ലൈഫ്, ലൈറ്റ്, ലവ്. ജർമ്മൻ ഭാഷയിൽ, ജർമ്മൻ ഒന്നും അറിയാത്ത ഞങ്ങളെ കൊണ്ട് കർത്താവിൽ തുടങ്ങിയിരിക്കുന്നു. കർത്താവിൽ മാത്രമാണ് ആശ്രയം. ഇതിനെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജർമ്മൻ ഭാഷയിൽ തുടങ്ങിയിരിക്കുന്നു ഈ 3L TV വിജയിക്കുന്നത് അങ്ങ് തന്നെ നയിക്കണമേ, അങ്ങ് തന്നെ ശക്തി പകർത്തണം, അങ്ങ് തന്നെ ആളുകളെ തരണമേ, അങ്ങ് തന്നെ നടത്തണമേ. ഞങ്ങൾക്കറിയില്ല കർത്താവേ, അങ്ങ് തന്നെ നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ബൈബിളിൻ്റെ കാർട്ടൂൺ അല്ലെങ്കിൽ അനിമേഷൻ ഫിലിം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീസസ് വണ്ടർ എന്ന പ്രസ്ഥാനം, ജീസസ് വണ്ടർ TV വരും. ഇപ്പോൾ ജീസസ് വണ്ടർ തുടർച്ചയായിട്ട് ടെലിവിഷനിൽ കാണുന്നത് പോലെ ഇന്റർനെറ്റിലൂടെ കാണാം. അനേകം ഭാഷകളിൽ ഇപ്പോൾ അത് മലയാളം, ഇംഗ്ലീഷ്, ജർമ്മൻ, ഹിന്ദി, സ്പാനിഷ്, ഇങ്ങനെ 5 ലാംഗ്വേജുകളിലാണ്. ഇനി ഉടനെ പണി ആരംഭിക്കേണ്ടത് അത് അറബിക് ലാംഗ്വേജിൽ ഉണ്ടാക്കുന്നതിനും റഷ്യൻ, ചൈനീസ്, ഫ്രഞ്ച്, പോളിഷ് ഇങ്ങനെയുള്ള ഭാഷകളിലെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി കർത്താവ് തന്നെ സഹായിക്കണം. അതിനെ നമുക്ക് ഉയർത്തി ലോകം മുഴുവനും, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഇതുപോലെ ഒരു അനിമേഷൻ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ അനിമേഷൻ കമ്പനിക്കാരെല്ലാം ഉണ്ടായിട്ട് ഈ പാവപ്പെട്ട ഒന്നുമറിയാത്ത ഞങ്ങളെ കൊണ്ടാണ് കർത്താവ് ചെയ്യിക്കുന്നത്. ദൈവമേ, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് അങ്ങ് തന്നെ ഏറ്റെടുത്ത് നടത്തണമേ. ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ, ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ മുന്നോട്ട് സഹായിക്കണം. ലോകം മുഴുവനും
ശുശ്രൂഷകളെല്ലാം വളരണമെങ്കിൽ ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഇനിയും വേണം. ഇവിടെ 24 മണിക്കൂറും ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ പേര് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടാകണം. ഇവിടെ ഒരു കാലത്ത് 25-30 പേരെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ട്രെയിനിങ് കൊടുത്ത് 40 ദിവസം ഉപവാസത്തില്ല. അവരെല്ലാം പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനാപരം ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷേ ഇവിടെ ഇനിയും ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇത് ബൈബിൾ അക്കാഡമി എന്നാണ് പറയുന്നത്. ഇതിന് ഉദ്ദേശിച്ചിരുന്നത് ഒരു കാലത്ത് ഒരു ബൈബിൾ അക്കാഡമി നടത്തി ഇതുപോലെ കോഴ്സുകൾ നടത്തി പഠിപ്പിക്കണം. ഈ ധ്യാനം തന്നെ ആ ബൈബിൾ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ചെറിയ സംരംഭമാണെന്ന് തന്നെ വിചാരിക്കാം, ഇല്ലേ? ഇതുപോലെ ബൈബിൾ പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ അൽമായരെ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ബൈബിൾ അക്കാഡമിയുടെ ലക്ഷ്യം. പക്ഷേ അതിനിയും വിരിഞ്ഞു വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കുറേ കൂടി പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്കിവിടെ കിട്ടണം. അങ്ങനെ അവരുടെ ഒരു സമൂഹം കൂടുതൽ ശക്തമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴേ ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾ വിരിയുന്നതിനും അത് പടരുന്നതിനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആരാധനാ സെന്ററുകളിലും കൂടുതൽ ആളുണ്ടാകുന്നതിനും ഇവിടെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ആളെ കിട്ടുന്നതിനും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അല്പസമയം ഇരുന്ന് ഇന്ന് നമ്മൾ കേട്ട രാവിലെ നമ്മൾ നമ്മുടെ സഹനത്തിലൂടെ യേശുവിനെ ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മുടെ സഹനങ്ങളെല്ലാം വളരെയധികം വിലയുള്ളതാണ്. നമ്മുടെ സഹനങ്ങളെല്ലാം യേശുവിൻ്റെ സഹനത്തിൻ്റെ ഭാഗമാണ്. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വേദനകളും ദൈവത്തിൻ്റെ വേദനയുടെ ഒരു അംശമാണ്. ഈശോയുടെ വേദനയുടെ ഒരു പ്രതിഫലനമാണ്. പ്രത്യേകിച്ച് ഈശോ കുരിശിൽ അനർഹമായ സഹനമാണ് അനുഭവിച്ചത്. ഒരു കുറ്റവും ചെയ്യാതെ സഹിക്കേണ്ടി വന്നു. എന്നപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനർഹമായ സഹനം, ഭവനത്തിൽ അതോടൊപ്പം സുവിശേഷത്തെ പ്രതി സഹിച്ചിട്ടുള്ള സഹനം, ഇതെല്ലാം നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കാം. എനിക്ക് സംഭവിച്ചിട്ടുള്ളതെല്ലാം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഞാൻ കാഴ്ചവെക്കുന്നു. ദൈവമേ, എത്ര കാലം പഴയതായാൽ നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ച് ഉരുവായപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള സഹനങ്ങൾ കർത്താവിന് ആവശ്യമുണ്ട്. അതിനെ തുടർന്നുണ്ടായ നമ്മുടെ ജീവിതത്തിലെ ബാല്യകാല ജീവിതത്തിലെ സഹനങ്ങൾ, ഭയം, തിരസ്കരണം, സ്നേഹം കിട്ടാതെ വരേണ്ട അവസ്ഥ, മാതാപിതാക്കളുടെ ദാരിദ്ര്യത്തിൻ്റെയും വളരെ വേദനിക്കപ്പെട്ട അവസരങ്ങളുടെയും കാലഘട്ടം, ദൈവമേ, ആ കാലഘട്ടത്തെ അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. കാലിത്തൊഴുത്തിൽ ജനിച്ചുകൊണ്ട് സഹനത്തിൻ്റെ നിമിഷങ്ങളല്ലാതെ ബാല്യകാലം മുതൽ യേശുവിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. യേശു ജനിച്ചപ്പോൾ തന്നെ കുരിശ് സ്വീകരിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഉണ്ണീശോയുടെ പടങ്ങളിലെല്ലാം കാണാം
ഉണ്ണീശോയുടെ തലയ്ക്ക് ചുറ്റുമുള്ള ആ ഔറയിൽ ഒരു കുരിശടയാണ്. യേശു ജനിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് യേശു തന്നെ പറഞ്ഞു. ഞാൻ ഇതിനു വേണ്ടിയാണ് മനുഷ്യനായി അവതരിച്ചത്, ഈ പാപമെടുക്കാനും ഈ കുരിശെടുക്കാനും വേണ്ടി. ദൈവമേ, ഞങ്ങളും ജനിച്ചത് യേശുവിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ജനിപ്പിച്ചത് യേശുവിനോടൊപ്പം യേശുവിനെ സഹായിക്കുന്നതിനും യേശുവിൻ്റെ ശാഖയായി ഫലം പുറപ്പെടുവിക്കുന്നതിനുമാണ്. ദൈവമേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാം അങ്ങ് അനുവദിച്ചതുകൊണ്ടാണ്, അങ്ങേക്ക് ആവശ്യമായതുകൊണ്ടാണ്. അങ്ങേക്ക് ആവശ്യം ഞങ്ങളുടെ വേദനകളാണ്. ഏഷ്യ 53 അവൻ മുറിവേൽക്കണമെന്നത്, അവൻ ക്ഷതമേൽക്കണമെന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും, ഭാര്യയിൽ നിന്ന് ഭർത്താവിനും, കുടുംബത്തിൽ മറ്റോരോരുത്തരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സഹനങ്ങളും യേശുവേ അങ്ങയുടെ സഹനത്തോടൊപ്പം ചേർത്തുകൊണ്ട് ഇതിൻ്റെ വലിയ വിലയെ ഞങ്ങൾ അഭിമാനത്തോടെ, ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. ഈ പ്രത്യാശ ഞങ്ങളെ നിരാശരാക്കുന്നില്ല.